മാസിത്താനെ പിടിച്ചുകൊണ്ട് വരികയാ. ഫിർഔൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. അവിടെ നിന്ന് ചോദിച്ചു, മാസിത്താ, ഈ പുതിയ മതത്തിൽ നിന്ന് പിന്തിരിയുമോ? ഞാനാണ് റബ്ബെന്ന് പറയുവോ? പടച്ചവനെ, മാസിത്ത പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ മടങ്ങൂല. ആ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞാനും എന്റെ കുടുംബവും വിശ്വസിച്ചിരിക്കുകയാ. റബ്ബി മൂസ വ ഹാറൂൻ. മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. പടച്ചവനെ, ഫിർഔനിനെ വല്ലാത്ത ദേഷ്യമായടോ. എന്ത് ചെയ്താലും കൊന്നാലും മതം മാറില്ല എന്ന് പറയുമ്പോ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. നേതാക്കന്മാര് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അവരെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. ഇവളെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാറ്. പടച്ചവനെ, എന്ത് ചെയ്തെന്നറിയോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. ഉമ്മ, നീ പപ്പടം പൊരിക്കുന്നവളല്ലേ മോളെ? വലിയ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ആ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് അവനെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തുകയാണ്. റബ്ബേ, ബീവിയെ പിടിച്ചുകൊണ്ട് വരുമ്പോ അതാ തന്റെ പൊന്നാര മകനെ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മാസിത്താ ബീവിയെ പിടിച്ചുകൊണ്ട് വരികയാണ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, മാസിത്താ, മാറ്റമുണ്ടോ മാസിത്താ? എന്നെ കൊന്നാലും മാറ്റമില്ല, കൊന്നാലും മാറ്റമില്ല. പടച്ചവനെ, എന്ത് ചെയ്തെന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവിന് കൊണ്ടുവന്ന് ഈ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ഇങ്ങനെ തലകീഴായി കെട്ടി നിർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മാസിത്താ, ഭർത്താവിനെ വെറുതെ കൊന്നുകളയണോ? മാസിത്താ, നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? സുബ്ഹാനല്ലാഹ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ വിശ്വാസത്തിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറയുകയാ, മാറ്റമില്ല. തന്റെ ഭർത്താവിനോട് പറയുകയാണ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകുകയാണ്. നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാണ്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ. പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ കണ്ണിന്റെ മുമ്പിൽ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്.